ഇവിടെ ഈ പൊതുമരാമത്ത് വകുപ്പിൻ്റെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. പൊട്ടിപ്പൊളിഞ്ഞ് ഏറ്റവും മോശമായ നമ്മുടെ ഒരുപക്ഷെ ജീവിതത്തിൽ തന്നെ നമ്മുടെ പൂർവ്വകാലങ്ങൾ പരിശോധിച്ചാൽ ഇത്രയും ദയനീയമായ ഒരവസ്ഥ റോഡിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഭരണകക്ഷിക്കാർ പോലും സമ്മതിക്കുന്ന ഒരു വസ്തുതയാണ്. എന്താണ് ഇത്തരമൊരു സാഹചര്യത്തിന് കാരണമെന്ന് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് പെട്ടുപോകുന്നത്. കാരണം സംസ്ഥാന സർക്കാർ ഈ റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾ, അതുപോലെ തന്നെ ഹൈവേ ഡിവിഷൻ, നാഷണൽ ഹൈവേ ഡിവിഷൻ്റെ ആളുകൾ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു എന്ന് പറയുമെങ്കിൽ പോലും നിരവധി തവണ അതിൻ്റെ കോൺട്രാക്ടർമാർക്ക് അതിൻ്റെ അവസരമുണ്ടായെങ്കിൽ പോലും, ലൈസൻസ് നൽകിയിട്ടുണ്ടെങ്കിൽ പോലും ആ റോഡ് പണി ആരംഭിക്കാത്തതിൻ്റെ യഥാർത്ഥ ചിത്രം ഇനിയും ഉദ്യോഗസ്ഥന്മാർ വ്യക്തമാക്കുന്നില്ല. നമുക്കറിയാം, റോഡിൻ്റെ കോൺട്രാക്ടർ ഒരുപക്ഷെ ഒരു തവണ കൊടുത്ത് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലാവുന്നത് റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ വേണ്ടി ഏറ്റെടുത്ത കോൺട്രാക്ടർമാർ ഒന്നോ രണ്ടോ തവണ മാറി കൊടുത്തിട്ടും അവർ ഒഴിഞ്ഞു പോയത്രേ. എന്താ കാരണം അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നത് റോഡിൻ്റെ അറ്റകുറ്റപ്പണി എന്ന് പറയുന്നത് അങ്ങനെ ഒരു പണി ഇപ്പോഴില്ല. കാരണം പുതിയതായിട്ട് റോഡ് ഉണ്ടാക്കണം. അറ്റകുറ്റപ്പണി എന്ന് പറയുന്നത് എന്താണ്? റോഡിൽ എവിടെ ചില കുഴികളുണ്ടെങ്കിൽ അത് നീർക്കുക എന്നുള്ളതാണ്. അതിന് അനുവദിക്കപ്പെട്ട തുകയും അവർക്കതിൻ്റെ ആ രീതിയിലാണ്. പക്ഷേ അറ്റകുറ്റപ്പണി തുടങ്ങുമ്പോഴാണ്, പേച്ച് വർക്ക് തുടങ്ങുമ്പോഴാണ് മനസ്സിലാവുന്നത് ഓരോ കിലോമീറ്ററിനുള്ളിലും 10-50 ലോഡ് കല്ലുകൾ വേണ്ടി വരും. കാരണം റോഡില്ല.